ആലവ് സെബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം. ജൂലൈ 16 തുടങ്ങി ഓഗസ്റ്റ് 16 ഇത് അവസാനിക്കുന്നത്. ഈ ഒരു സമയത്ത് കാലാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരത്തിനെ പല രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പലതരത്തിലുള്ള ചികിത്സയ്ക്കും തെറാപ്പിക്കൊക്കെ അനുയോജ്യമാണ് എന്നാണ് ആയുർവേദം പറയുന്നത്. കേരളത്തിലുള്ള ആൾക്കാർ ഈ സമയത്താണ് കർക്കിടക കഞ്ഞി എന്നുള്ളൊരു ഔഷധക്കൂട്ടുള്ള കഞ്ഞി കുടിക്കുന്നത്. ഇത് ഭക്ഷണത്തിലുപരി ഒരു മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. പുരാതനമായിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ പലതരത്തിലുള്ള ഔഷധഗുണമുള്ള സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. 84-ലധികം ഔഷധ സസ്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സസ്യങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കിട്ടുന്ന അത്ര സസ്യങ്ങൾ കഞ്ഞിയിൽ ഇട്ട് ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കർക്കിടക കഞ്ഞിയിൽ പ്രധാനമായും ചേർക്കുന്നത് ദശപുഷ്പങ്ങളാണ്. ഈ ദശപുഷ്പങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവുന്നത്. നമുക്ക് ആദ്യം ഉഴിഞ്ഞ എന്നുള്ള സസ്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റോഡരികിലും അതുപോലെ പുഴയുടെ സൈഡിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈ സസ്യത്തിനെ കാണാൻ സാധിക്കും. ഇതിനെ കേരളത്തിലും തമിഴ്നാട്ടിലും ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിനെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സന്ധികളുടെ വേദന മാറുവാൻ വേണ്ടിയിട്ടാണ്. സന്ധികളിലുണ്ടാകുന്ന നീർവീക്കം, അതുപോലെ സന്ധിവാദം, ആമവാദം ഇവയ്ക്ക് എല്ലാത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടും ഈ ഒരു സസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ സസ്യം മറ്റനവധി ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ വരുന്നതാണ് എല്ലുകളുടെ ഒടിവ്, ചെവി വേദന, മുഴകൾ, ശരീരത്തിൻ്റെ ഉയർന്ന താപനില നിയന്ത്രിക്കാനായിട്ട്, ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനായിട്ട്, പാമ്പ് വിഷം പാമ്പിൻ്റെ കടിയേറ്റാലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മസിൽ സ്പാസം, സന്ധിവേദന, അതുപോലെ ഡയബറ്റീസിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഡയബറ്റീസിന് ഈ സസ്യം പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. പാരമ്പര്യ ചികിത്സയിൽ ഉഴിഞ്ഞിയുടെ വേരുപയോഗിക്കുന്നത് ആൻസൈറ്റിക്കും അപസ്മാരത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഉഴിഞ്ഞിയുടെ കുരു ഉപയോഗിച്ച് ഒരു ഓയിൽ ഉണ്ടാക്കും. ഇതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണുള്ളത്. അതുകൊണ്ട് തന്നെ കാർഡിയോ വെസ്കുലർ ആയിട്ടുള്ള, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. കർക്കിടക കഞ്ഞിയിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബലൂൺ വൈൻ അഥവാ ഉഴിഞ്ഞ എന്നുള്ള ഈ സസ്യം. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സസ്യം ഉപയോഗിച്ച് നമുക്ക് ചട്നി, സാലഡ്സ്, തോരൻ അങ്ങനെയുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. ഉഴിഞ്ഞയില കൊണ്ടുണ്ടാക്കുന്ന ടീ സ്കിന്നിലുണ്ടാവുന്ന ചൊറിച്ചലിന് വളരെ നല്ലതാണ്. ഈ സസ്യത്തിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെല്ലാം തന്നെ ഈ ഒരു സസ്യം വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ്റ് ഈ ഒരു സസ്യത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറുപ്പം നിലനിർത്തുവാനും ഇത് സഹായിക്കുന്നു. മുടിക്കുള്ള ഒരു ടോണിക്കായിട്ടും ഈ ഒരു സസ്യം പ്രവർത്തിക്കുന്നുണ്ട്. മുടിയുടെ വളർച്ച കൂട്ടുവാനും അതുപോലെ മുടി കൊഴിച്ചിലെല്ലാം നിയന്ത്രിക്കുവാനൊക്കെ ആയിട്ടും ഈ സസ്യം സഹായിക്കുന്നുണ്ട്. ഈ ഉഴിഞ്ഞിയുടെ വിത്തുകൾ ശരീരത്തിൻ്റെ സന്ധികളുടെ ബലം കൂട്ടുവാനും എല്ലുകളുടെ ബലം കൂട്ടുവാനൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഇപ്പോഴിതിൻ്റെ കുരുക്കൾ ധാരാളമായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലെല്ലാം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വള്ളി ഉഴിഞ്ഞിയെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ദശപുഷ്പത്തിൻ്റെ രണ്ടാമത്തെ സസ്യമായിട്ട് നാളെ ഞാൻ വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്